ഈ ഒരു കൊല്ലം വരെയുള്ള നിങ്ങളെ വീക്ഷണിലോമെന്ന് പ്രേതായാത പിശാചതാം സമയത്തിന് പിശാചത്വം വരും. അപ്പൊ അതിനെ പ്രീതിപ്പെടുത്താണ്. താൻ പ്രീതിയെ പാർവണാദ്യം പിതൃയുടെ മനസ്സാ പ്രീണന ശ്രാദ്ധകർമ്മം വർഷം തികയുന്ന അന്ന് നിങ്ങൾ ശ്രാദ്ധകർമ്മം ചെയ്യണം. നിങ്ങളെ മാത്രം കർമ്മം. അതെ, അതിന് വേറെ കർമ്മയൊന്നുമില്ല. കുര്യാച്ച ക്ഷേത്രം, കുര്യാച്ച എന്നുള്ള പദം ഉപയോഗിച്ച് അതിന് ശേഷം ക്ഷേത്രമുണ്ടാണ്. ക്ഷേത്രമുണ്ടെന്ന് പറയുന്നതാണ് നിങ്ങൾ തിരുനെല്ലി കൊണ്ടുപോവാ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? പിടികിട്ടിയോ? ആ, അപ്പോ തിലഹവനവതോ ബ്രാഹ്മണാനാഞ്ചമുക്തി 6 പൂജ ഉണ്ടാവാൻ. ഗണപതിഹോമം, സ്പർശനവും, തിലഹവും, ഭഗവത്സേവാ, സൂതവും, സായുജ്യ പൂജ. സായുജ്യ പൂജാനന്തരം ഈ ആവാഹിച്ച് വെച്ച് പ്രേതാത്മാക്കളെല്ലാം നിങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങി വരും. പിന്നെ ഈ പ്രതിമയിൽ എന്താ ഉണ്ടാവുക? നിങ്ങളെ വീട്ടിലേക്ക് ഇറങ്ങി വന്നു. ഇതിലുള്ള പ്രേതാത്മാവ് നിങ്ങളെ വീട്ടിലേക്ക് ഇറങ്ങി വന്നു. ഈ പ്രതിമയിൽ എന്താ പിന്നെ ഉള്ളത്? നിങ്ങളൊന്നും ഉണ്ടാത്ത അതിലൊന്നുമില്ല. അതിന്റെ പേര് ഉച്ഛിഷ്ട പ്രതിമ അഥവാ ജഡപ്രതിമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ ഉച്ഛിഷ്ടം എടുത്തിട്ടില്ല ആദ്യം കടലിൽ പോയത് കലക്കാൻ. അത് തന്നെ ഈ സാധനം. മറ്റേ ഈ ശരീരത്തിന്റെ ഉച്ഛിഷ്ടം, ഇത് ആത്മാവിന്റെ ഉച്ഛിഷ്ടം. ഇതിനെ കൊണ്ടുപോയി എവിടെയാ കൊണ്ട് കൊടുക്കുക? തിരുനെല്ലി ഒരു വലിയ ഇട്ടിട്ടാണ് നാടയിൽ കൊണ്ട് കൊടുക്കും. ഇത് പറയാ. എന്നിട്ട് മുത്തച്ഛൻ തിരുനെല്ലിയാണുള്ളത്. അവിടുന്ന് ബാവിന് ഏതോ ഒരു ഗേറ്റ് ഉണ്ടാവില്ലേ, അത് തുറന്ന് വിടുമ്പോൾ അയാൾ ഓടി ഇവിടെ വരും. എന്നിട്ട് ഇവിടുന്ന് വിണ്ണം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരുനെല്ലി പോകേണ്ടതില്ല. ഈ സാഹിത്യ പൂജാനന്തരം ഈ പ്രേതാത്മാവ് എവിടെയാ വന്ന് നിങ്ങളിലേക്ക് അഥവാ നിങ്ങളെ വീട്ടിലേക്ക്. നിങ്ങളെ വീട് ഏതാണോ, വാടക വീടാണോ അല്ലാത്ത വീടാണോ ചോദ്യമില്ല. നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കിഴക്ക് തെക്കേ മൂലയിൽ ബലിമൂലയിൽ വെച്ചിട്ട് നിങ്ങൾ ബലി കൊടുക്കുക. വൈകുന്നേരം കൊടുക്കുക നടത്തുക. കൊടുക്കലുണ്ടോ? ആ, കൊടുക്കുന്ന കൊടുക്കല്. ആ ആ ബലിയോ? അതെന്താ അത്? അങ്ങനെ ശീലിച്ചൂടല്ലോ. നിങ്ങൾ ചോറ് തിന്നലുണ്ടോ? ആ, എന്നാ ആയിട്ടൊക്കെ ബലിയും വേണം. ഈ ചായയും കൂട്ടലും ആണ് കൊടുക്കുക, ഊണാണ് ബലി. ഇത് രണ്ടും നിർബന്ധമുള്ള കാര്യമാണ്. പിന്നെ ഇതിങ്ങനെ അല്ലാണ്ട് ഇങ്ങനെ കാണുമ്പോ അതല്ല പറഞ്ഞത്. അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെ അപ്പം മലരാവിൽ നാളികേരം കുളം, അപ്പം മലരാവിലെ ഇളനീര് പഴ ശർക്കര, ഇതാണ് കൊടുക്കേക്ക് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പം പിന്നെ വേവിച്ചിട്ടുണ്ടല്ലേ. പായസം ഒന്നും കൊടുക്കുന്നതിന് വിരോധമില്ല. പക്ഷേ എന്താണ് പ്രധാനമായിട്ട് വേണ്ടത്? ഈ ചോറ് കൊണ്ടുള്ള, എള്ളു പോന്നിട്ടുള്ള ചോറ് കൊണ്ടുള്ള, അതാണ് ബലി എന്ന് പറയുന്നത്. അത് രാവിലെ ബലി, വൈകുന്നേരം കൊടുക്കേ. ഇത് രണ്ടും ഉപേക്ഷിക്കാൻ പറ്റൂല. അപ്പൊ എവിടെയാ നിങ്ങളെടുക്കാൻ അബദ്ധം പറ്റി? നിങ്ങൾ തന്നെ പറയും. അല്ല, ഈ ആവാഹിച്ച് കൊണ്ടുവന്നാൽ എവിടെയാ അപാകത പറ്റിയത്? ഒന്നുമില്ല. നിങ്ങളോട് ഇതൊന്നും പറഞ്ഞു തന്നില്ല. ഇത് ആവാഹിക്കാൻ അവിടെ വന്നിരുന്നു കഴിഞ്ഞാല് ഒരു 3/4 മണിക്കൂർ, 1 മണിക്കൂർ, 1.5 മണിക്കൂർ പ്രഭാഷണം ഉണ്ടാവും ഈ കാര്യങ്ങൾ. എന്നിട്ട് നിങ്ങളെ കണ്ണിലേക്ക് സൂക്ഷിച്ച് നോക്കും. ഇത് ഏതാണ്ട് രൂപമായി എന്ന് അറിഞ്ഞാൽ ഇനി ആവാഹിക്കാൻ തുടങ്ങാന്ന് പറയും. അറിയാതെ ചെയ്യുന്ന കർമ്മങ്ങൾ അസുരന്റെ അക്കൗണ്ടിലേക്കാണ് പോയത്. നിങ്ങളെ കർമ്മങ്ങളല്ല, നിങ്ങളെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. ആ, എന്നിട്ട് പോലെ ഒരു കർമ്മം ചെയ്ത് കളഞ്ഞു. ഈ കർമ്മം ചെയ്തതിന് ശേഷം അത് ശരിയായിനോ നോക്കൂല്ലേ? കർമ്മങ്ങൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയായിനോ നോക്കൂല്ലേ? അല്ലേ? അതിനുശേഷം നിങ്ങൾ എപ്പോഴാ നോക്കിയത്? ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് അനുഭവമായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം ചെയ്യും. മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങളുടെ മരുന്ന് കഴിച്ചാൽ ആ അസുഖം മാറുകയാണല്ലോ വേണ്ടത്. അതായത് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിലേക്ക് അതിൻ്റെ ഐശ്വര്യം വരുന്നുണ്ടോ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് യാതൊരു ഫലവും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ചെയ്ത കർമ്മത്തിന് ഫലം ഇല്ലാന്നല്ലേ അർത്ഥം. അറിയാൻ പറ്റും. നമുക്ക് നമ്മുടെ അനുഭവങ്ങളിൽ നല്ല സംഗതി മാത്രമേ നടക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് അനുഭവം അന്നേരം പിന്നെ അതെ അതന്നെ അസുഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിന്റെയും ഈ ചതുർവിധ ദുരിതങ്ങളാണ് ഇതിന്റെ കോപം കൊണ്ട് ഉണ്ടാവുക. ഗൃഹനിർമ്മാണ തടസ്സം എന്ന് പറഞ്ഞാൽ തർക്കല്ലെടുത്തുന്നല്ല കേട്ടോ. ആ വീടിന്റെ ആദ്യ മൂലമുള്ള സ്വസ്ഥതയാണ് ഗൃഹനിർമ്മാണ തടസ്സം എന്ന് ഇവിടെ വിവക്ഷിക്കുന്നത്. കർമ്മ തടസ്സം എന്ന് പറഞ്ഞാൽ ജോലി കിട്ടൽ മാത്രമല്ല, ജോലിയിൽ സ്വസ്ഥത ഇല്ലാണ്ട് ജോലി ചെയ്യേണ്ടി വരിക. വിവാഹ തടസ്സം എന്ന് പറഞ്ഞാൽ കഴുത്തിൽ ഇത് കിട്ടുന്നതല്ല, ദാമ്പത്യ വിജയമാണ്. വിവാഹ തടസ്സം രോഗം. നാലാമതായിട്ട് ഇങ്ങനെ ചതുർവിധ ദുരിതങ്ങളാണ് ഇതിനെ കൊണ്ട് ഉണ്ടാകുക. ഇത് നാലും ഇപ്പം ഇവിടെ കാണാനും ഉണ്ട്, നിങ്ങളില്ലാന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് നാലും ഇപ്പം ഇവിടെ കാണാനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രേതാത്മാക്കളെയൊക്കെ ആവാഹിച്ചു വെച്ചു ഒരു പ്രതിമയിലേക്ക് അല്ലേ. ആവാഹിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ കാണുന്ന എന്താ, ഇതിൻ്റെ സാന്നിധ്യത്തിൽ കാണുന്ന നാഗമുണ്ട്. അതിനെ 9 വെള്ളിമുട്ട സഹിതം നാഗദമ്പതി പ്രതിമയിലേക്ക് വേർപെടുത്തിയിട്ട് വടകര മേമുണ്ടം അടുത്ത് കൊണ്ടു കൊടുക്കണം. അവിടെ പോയിനോ? ആ ഇപ്പോ എങ്ങനെ ആദ്യം നാഗമടത്ത് പോയി ശേഷമാണ് തിരുനെല്ലിപ്പോയത്. ആ അവിടെ കേട്ടെ. രണ്ടാമത്തേത് ഇതിലുള്ള ശാക്രീയ ബന്ധത്തെ സ്വർണ്ണത്താലിയിലേക്ക് വേർപെടുത്തിയിട്ട് അവിടെ കൊണ്ടു കൊടുത്തു. സ്വർണ്ണത്താലിയിൽ ചെയ്തിട്ട് സ്വർണ്ണത്താലി വെള്ളിത്താലി എന്തായാലും ഒരു ഉപാധിയിലേക്ക് മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ടോ? കൊടുങ്ങല്ലൂരോ വിഹാരികാവിലോ ഏതെങ്കിലും അവര് അപ്പൊ എന്താണെന്നറിയോ, നിങ്ങൾ വെച്ച സാമ്പാറിന് സാമ്പാർ പൊടി ഇട്ടിട്ടില്ല, തേങ്ങ അരച്ചിട്ടില്ല, ഉപ്പും ഇല്ല. ഇനിയിപ്പോൾ ആ സാമ്പാറിൻ്റെ ഗതി എന്താണെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. അതാണ് ഇപ്പം ഇതിൽ പറ്റിയിട്ടുള്ള കർമ്മത്തിൽ. ഇതെന്താണെന്നറിയോ, ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണം. ഈ നാഗക്ഷേത്രത്തിൽ തിരുനെല്ലി പോയി വന്നതിന് ശേഷം മാത്രമേ ഉച്ഛിഷ്ട പ്രതിമ സമർപ്പണം ചെയ്തതിന് ശേഷം മാത്രമേ ഈ ബാധിച്ചിട്ടുള്ള ബാധകളായിട്ടുള്ള ദേവസാന്നിധ്യങ്ങളെ നമ്മൾ കൊണ്ട് കൊടുക്കൂ. എങ്ങനെയാ ഇന്ന് വൈകുന്നേരം കർമ്മം കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ രാവിലെ നിങ്ങൾ തിരുനെല്ലിക്കല്ലേ പോവുക? ഉച്ച കഴിയുമ്പോഴത്തേക്ക് കർമ്മം കഴിഞ്ഞു അന്നേരം തന്നെ അന്ന് തന്നെ പിന്നെ മടപ്പിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ അല്ലേ തിരുനെല്ലി പോവാണ്ട് ഒരു പറഞ്ഞ ഇപ്പം തന്നെ കൊട് എന്ന് പറഞ്ഞവര്. അപ്പൊ അന്നേരം തന്നെ പിന്നെ ഒരു കള്ളുകൂടിയനായിട്ടുള്ള ഒരു കർമ്മ ഒന്നുമില്ല. ഈ കള്ളുകൂടി നിങ്ങളെ വിളിച്ചാൽ വിചാരിക്കുന്നത് നമ്പൂരില്ല. പിന്നെ അവിടെ ഞങ്ങളെ ഭാഗത്ത് അവിടെ തൊട്ടു. അപ്പോൾ ഇയാളെ പിന്നെ അവിടുന്ന് കൽപ്പത്തിലൂടെ അമ്പലത്തിലായിക്കോട്ടെ ശാന്തി. അയാളെ ഇത് കുപ്പി കണ്ടതിന് ശേഷം അവിടുന്ന് ഓടിച്ചു. പിന്നെ ഇയാളെ വിളിച്ചിട്ടാണ് ഒരു നമ്പീശൻ വീട്ടിൽ കർമ്മം ചെയ്തു. വേറെ അഞ്ചാന്നിട്ട് പോട്ടെ, നമ്പീശന് കൂടുതലുണ്ട്, കുറച്ചെങ്കിലും ഇതിനെ പറ്റിയിട്ട് അറിയുന്നതാണ്. ഇയാൾ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. മറ്റേ ആൾ പോത്ത് കെട്ടി ഉടുത്തൊക്കെ റെഡിയായിട്ട് ഒരു സ്റ്റൈലിലൊരു മുറുക്കലും നമ്പീശാന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുറുക്കലൊക്കെ അങ്ങനെ റെഡിയാക്കിയിട്ട് ചുണ്ടൊക്കെ ചോമിച്ചിട്ട്, ആ ജോത്സ്യരെ നമുക്ക് ആദ്യം ഭഗവതീനെ ആവാഹിച്ചാലോ എന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു തീർന്നില്ല. അതിന് മുമ്പേ ഞാൻ അംബീഷനോട് ചോദിച്ചു, ഇന്ന് കൂടെ പാരമ്പര്യമായിട്ട് കാമ്പറോ ഇളപ്പല്ല ഇവരൊക്കെ ഇല്ല, നിങ്ങൾക്ക് എഴുന്ന് കിട്ടി ഈ മാരണത്തിന്? ഭഗവതീനൊന്നും ആവാഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇത് ഈ പ്രേതാത്മാവിനെ ആവാഹിച്ചു വെച്ചതിന് ശേഷം അതിലുള്ള ശാക്തിബന്ധത്തെ വേർപെടുത്തല്ലേ. ഈ പ്രേതത്തിന് ആവാഹിക്കാണ്ട് ഞാൻ എഴുതാ ഭഗവതീനെ ആവാഹിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നോക്കി കൊടുക്കുക. പിന്നെ ഇവൻ പ്ലേറ്റ് മാറ്റി. ഇവൻ പറഞ്ഞു ജ്യോത്സ്യർ പറയും പോലെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പറയും പോലെ അല്ല, ജ്യോത്സ്യം പറയും പോലെ എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യൻ ഓരോരുത്തർ പഠിക്കാണ്ട് വന്നിട്ട് അത് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ? നിയമേന മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞാനടുത്ത് ഒഴിവ് നോക്കി എന്നല്ലാണ്ട് എനിക്ക് വലിയ തൃപ്തി വന്നിട്ടൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഇയാൾ കർമ്മത്തിനെ പറ്റിയിട്ട് അറിയുന്ന ഒരാളല്ല, ജാടയിലാണ്. അതിനെ കൊണ്ടൊന്നും എന്താവില്ല, കർമ്മം അവിടെ നേരെയാവും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഒരു കാര്യം ശരിയായില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത്രയും വർത്താനം പറയേണ്ടി വന്നു. നിങ്ങൾക്ക് ഏതാണ്ട് രൂപം പിടിയിട്ടില്ല. അപ്പൊ ഇത് ആവർത്തനം ചെയ്യാല്ലാണ്ട് വേറെ മാർഗമൊന്നും ഇല്ല കേട്ടോ.
എന്താ പറയാനുള്ളത്? എല്ലാരും പറഞ്ഞോളി. മുമ്പ് കൊണ്ടുപോയത് വീണ്ടും ആവർത്തിക്കണം. അതൊക്കെ നമുക്ക് നോക്കാം. കർമ്മി ഏടെ ഉള്ളവരോ ഒന്നുമില്ല, കർമ്മ അറിയുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അതെ, അതുകൊണ്ട് ഇനി നിങ്ങൾ ഇടപെടണ്ട. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഇപ്പൊ ഇത് ചെയ്യുന്നു, പിന്നെ ശേഷം ഇപ്പൊ 1 വർഷമാകത്തവരൊക്കെ ഉണ്ടാവില്ല, അവരെ വീട്ടിൽ നിന്ന് ചെയ്യല്ലോ, ചെയ്താ പോലെ പിന്നെയും ഇവിടുന്ന് അവർക്ക് വേണ്ടി അടുത്ത കുടുംബത്തില്ല, അത് ഇവിടുന്ന് ചെയ്യേണ്ട. അതെ, അടുത്ത പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ട സമയത്ത് നമ്മൾ അതും ചെയ്യണം. അതായത് അവര് വീട്ടിൽ നിന്ന് ചെയ്താലും ഇവിടുന്ന് ചെയ്യണം. വേണം. നേരത്തെ ഒരു സംശയം കാര്യം പറഞ്ഞില്ല, അതുകൊണ്ട് സംശയം കൊണ്ട് എന്ത് സംഗതിയായാലും നിങ്ങൾ അതിന്റെ ഈ ഇവിടുത്തെ എന്താ പറയാ എന്ന് പറയുന്ന സാന്നിധ്യാദികളുള്ള ഇവിടെ